ഇന്ന് കിടിലൻ മഹീന്ദ്രയുടെ 8 ഡെമോ കാറുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഡെമോ കാർ എടുക്കുന്ന പ്രത്യേകത നിങ്ങൾക്കറിയാമോ? സാമ്പത്തിക വിദഗ്ധർ പോലും ഡെമോ കാർ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. കാരണം എന്താ? പൈസ നമ്മുടെ പോക്കറ്റ് കിടണം. 250 ഇത് ഫുൾ ചാർജ് ആവണമെങ്കിൽ ഇതിന് ഏകദേശം 35 യൂണിറ്റ് കറണ്ട് വേണം. 35 യൂണിറ്റ്. ഇപ്പോഴത്തെ നമ്മളെ KCBന്റെ സ്ലാബ് വെച്ചിട്ട് ഈ 35 യൂണിറ്റ് നിങ്ങളൊരു ഫുൾ ചാർജിന് ഏകദേശം ഒരു 166 രൂപ. ഇതെല്ലാം ഗൂഗിൾ നോക്കിയാണ് അമ്മച്ചി പറഞ്ഞത്, എൻ്റെ കണക്കല്ല. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 166 രൂപ നമുക്ക് ഇതിന് ഫുൾ ചാർജ് ആവാൻ കോസ്റ്റ് വരുന്നത്. ഈ ഫുൾ ചാർജ് ചെയ്തിട്ട് 166 രൂപക്ക് നിങ്ങൾ ഫുൾ ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് 250 മിനിമം ഒരു 250 കൂട്ടിക്കോ കിലോമീറ്റർ ഓടാം. 250 കിലോമീറ്റർ മൈൻഡ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഓടാം. ഈ 250 അല്ലെങ്കിൽ ഒരു 250 കിലോമീറ്റർ നിങ്ങളൊരു 12 ഏവറേജ് മൈലേജ് വെച്ച് ഒരു പെട്രോൾ വണ്ടിയിൽ പെട്രോൾ അടിക്കുകയാണെങ്കിൽ ഇത്രയും കിലോമീറ്റർ ഓടണമെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 2500 മുതൽ 2700 രൂപ വരെ പെട്രോൾ അടിക്കേണ്ടി വരും. രജിസ്റ്റേർഡ് ഒന്നും ആയിട്ടില്ല, ഫസ്റ്റ് ഓണർ നിങ്ങളാവാൻ പോവാണ്, ഫസ്റ്റ് ഓണർഷിപ്പ്. ഓക്കെ, കിലോമീറ്റർ 15,000 കിലോമീറ്റർ ഓടിയ 15,000. ഒരു വർഷം വെച്ച് വലിയ ഓട്ടം പോയിട്ടില്ല. പിന്നെ ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്നത് 2 വീൽ ഡ്രൈവ് മാനുവൽ. 2 വീൽ മാനുവൽ ഫുൾ ഓപ്ഷൻ സ്കോർപിയോ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി SUV സെഗ്മെന്റ് വാഹനമാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കിടിലൻ മഹീന്ദ്രയുടെ 8 ഡെമോ കാറുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഡെമോ കാർ എടുക്കുന്ന പ്രത്യേകത നിങ്ങൾക്കറിയാമോ? സാമ്പത്തിക വിദഗ്ധർ പോലും ഡെമോ കാർ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. കാരണം എന്താ? പൈസ നമ്മുടെ പോക്കറ്റ് കിടക്കും. നിങ്ങളൊരു പുതിയ കാർ നോക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ ബെറ്ററായ എമൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാഹനങ്ങളാണ്. മഹീന്ദ്രയുടെ 8 പുലിക്കുട്ടികളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. വന്നിരിക്കുന്നത് കാർ ആൻഡ് ബൈക്ക് കണ്ണൂർ തോട്ടടയാണ്. കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഫദീലിനോട് ചോദിക്കാം. ഫദീൽ, സ്വാഗതം. അല്ലേ, ഒരാഴ്ച ഗ്യാപ്പിലാണല്ലോ വിളിക്കുന്നത്. ഒരാഴ്ചയായിട്ടുള്ള ഇവിടുത്തെ ചെയ്തിട്ടില്ല. പെട്ടെന്ന് കുറച്ച് വണ്ടികൾ ഇറക്കിയത് നമ്മള്. ഡെമോ നല്ല അടിപൊളി പ്രൈസിൽ തന്നെ കൊടുക്കാൻ പറ്റും റീസണബിളായിട്ട് എടുക്കാം. അതായത് നിങ്ങളൊരു ന്യൂ കാർ വാങ്ങാൻ പോവാണെങ്കിൽ ന്യൂ കാറിന് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ അത് മൊത്തം ഈ ഡെമോ കാറിൽ കിട്ടും. അതെ, ഓക്കെ. അതായത് ഈവൻ നമ്മളെ ലോൺ ചെയ്യുകയാണെങ്കിൽ പോലും അത് ന്യൂ കാറിന്റെ സെയിം അതേ ഇൻട്രസ്റ്റ് റേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങളിപ്പോ ഇതിപ്പോ ഒരു 2024 അല്ലെങ്കിൽ 25 മോഡലൊക്കെ ഇതിലുണ്ട്. അപ്പൊ ഇതിന്റെ നിങ്ങൾ യൂസ്ഡ് വാഹനം എടുക്കാൻ പോവാണെങ്കിൽ നിങ്ങൾ അത് സെക്കൻഡ് ഓണറായി അല്ലേ? ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഓണറിലേക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. നിങ്ങൾക്ക് സ്റ്റോക്ക് കാണാം. എന്തായാലും ഇവിടെ തന്നെ വേറെ വണ്ടികളുണ്ട്, ചെറുകാറുകളൊക്കെ തന്നെ ഉണ്ട് അല്ലേ, ബാക്കി എക്സ്ട്രാ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഈ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. വേഗം തന്നെ വിളിച്ചോ, പിന്നെ ആരെങ്കിലും എടുത്തു പോയാൽ നഷ്ടമാണ്. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ അല്ലേ? വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യം നമുക്ക് താർ റോക്സ് തുടങ്ങാം. നമ്മൾ ലേറ്റ് ആയി പോയി, പ്രൈസ് ഒക്കെ കിട്ടുമ്പോൾ ലേറ്റ് ആയി പോയി. അപ്പോ താർ റോക്സ് ആണ് ആദ്യ വാഹനം. ഇത് ഏതാ മോഡൽ വരുന്നത്? 2024 മോഡൽ. 24 മോഡൽ. അതായത് ഇതിൽ പല വാഹനങ്ങളുണ്ട്, പല മോഡലിൽ ഡെമോ വണ്ടികളായിട്ട് ഇറങ്ങിയ വാഹനങ്ങളാണ്. ഡെമോ വണ്ടി എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുന്ന വാഹനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് താർ റോക്സ് 24 മോഡൽ. ഏതാ ഫുൾ ഓപ്ഷൻ? ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നത്. ഫുൾ ഓപ്ഷൻ 80 4 വീൽ ഡ്രൈവ് ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. ടോർക്ക് കൺവേർട്ടർ, ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ് താർ റോക്സ്. 5 ഡോർ വാഹനമാണ്. കിലോമീറ്റർ എത്ര? ഇതിന് 25,000 കിലോമീറ്റർ ഓടിയ. 25,000 ടെസ്റ്റ് ഡ്രൈവിൽ പോകുന്ന കിലോമീറ്റർ ആണ്. 25,000 ലോ കിലോമീറ്റർ വണ്ടികളാണ്. അത് ലോ കിലോമീറ്റർ എന്ന് വെച്ചാൽ പോയതുകൊണ്ടാണ്. അതായത് പിന്നെ നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് 0 കിലോമീറ്ററിൽ കിട്ടും. പക്ഷെ ഇത് വെച്ചാൽ അതിന്റെ വില വ്യത്യാസം നിങ്ങൾക്ക് എത്ര 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെയൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അത്രയും വ്യത്യാസം വരുന്നുണ്ട് നിങ്ങളുടെ വണ്ടി എടുക്കുമ്പോൾ കേട്ടോ. അപ്പൊ ഫുൾ ഓപ്ഷൻ താർ റോക്സ് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് പരിഗണിച്ചോ. കാരണം അത്രയും എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന 3 ലക്ഷമാണ് ഡിഫറൻസ് വരുന്നെങ്കിൽ അത്രയും എമൗണ്ട് നിങ്ങളുടെ ലോണിൽ പോലും വ്യത്യാസം വരും. അപ്പൊ എല്ലാം കൂടി കണക്കൂട്ടുമ്പോൾ നല്ലൊരു എമൗണ്ട് നമ്മുടെ പോക്കറ്റ് കിടക്കും. ലോൺ ഇടുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി വരും ആ എമൗണ്ടിന്റെ. ഓക്കെ, അപ്പൊ അത്രയും വ്യത്യാസം ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് എങ്ങനെ? ഇപ്പോൾ ഇത് വരുന്നത് 17 ലക്ഷം വരുന്നത്. 17 ലക്ഷം എക്സ്ഷോറൂം പ്രൈസ് ആണ്. 17 ലക്ഷത്തി സംതിങ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് ആണ്. ഇതിന്റെ കൂടെ ഓൺ റോഡ് ടാക്സ്, ഓൺ റോഡ് വണ്ടി എങ്ങനെ പോയാലും നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഇതേപോലെ തന്നെ ഒരു റോക്സും കൂടി ഇല്ലേ? ഒരു റോക്സും കൂടി ഉണ്ട്. ഓക്കെ, അതേതാ മോഡൽ? 2024 മോഡൽ തന്നെ. സെയിം 24 മോഡൽ 23,000 കിലോമീറ്റർ അങ്ങനെ. 23,000 കിലോമീറ്റർ അല്ലേ? വാറണ്ടി ഇല്ലേ? ഇതും അതുമല്ല, വാറണ്ടി ഓട്ടോമാറ്റിക്, അത് മാനുവൽ. ഡീസൽ തന്നെ വരുന്നത്. അത് മാനുവൽ ഫോർ 2 വീൽ ഡ്രൈവ്. 2 വീൽ മാനുവൽ ആണ്. ഓക്കെ, രണ്ടിനും വാറണ്ടി, കമ്പനി വാറണ്ടി. ഫസ്റ്റ് ഓണർ നിങ്ങളാവാൻ പോവാണ് രണ്ട് വണ്ടിയുടെ കേട്ടോ. ഫസ്റ്റ് ഓണർ നിങ്ങളാവാൻ പോവാണ്. അപ്പോൾ ആ വണ്ടിയുടെ പ്രൈസ് എത്രയാണ്? അത് വരുന്ന മാനുവൽ ആയതുകൊണ്ട് 14,39 വരുന്നുള്ളൂ. 14,39 എക്സ് ഷോറൂം പ്രൈസ് ആണ്. ടാക്സ് കാര്യങ്ങളൊക്കെ
ഓൺ റോഡ് വരുമ്പോൾ കൂടും. ഓക്കെ, എങ്ങനെയായാലും ടോട്ടൽ നോക്കുമ്പോൾ പ്രൈസിൽ നല്ലൊരു വ്യത്യാസം വരും, നല്ല വ്യത്യാസം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. അടുത്ത മോഡൽ സ്കോർപിയോയിലേക്ക് പോകാം. അടുത്തത് ഒരു ഫുൾ സൈസ് SUV ഓൾ ന്യൂ സ്കോർപിയോ, മഹീന്ദ്രയുടെ ഓൾ ന്യൂ സ്കോർപിയോ 6 സീറ്റർ വാഹനമാണ്. എന്താ പറയാ, എടുത്ത് കൊണ്ടു നടക്കുമ്പോൾ ആ ഒരു ഹൈറ്റിൽ ഇരുന്ന് ഓടിക്കുന്ന ഫീലില്ലേ, അത് വേറെ തന്നെയാണ് വണ്ടിയിൽ അല്ലേ. പുറത്തെ വണ്ടിയൊക്കെ അപേക്ഷിച്ച് ലാൻഡ് ക്രൂസറിലും പോലെ തോന്നും. ഇന്ത്യക്കാരുടെ ലാൻഡ് ക്രൂസർ അല്ലേ. ഓക്കെ, ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2022 മോഡൽ. 22 മോഡൽ ഡെമോ വെഹിക്കിൾ ആണ്. രജിസ്റ്റേർഡ് ഒന്നും ആയിട്ടില്ല. ഫസ്റ്റ് ഓണർ നിങ്ങളാവാൻ പോവാണ്, ഫസ്റ്റ് ഓണർഷിപ്പ്. ഓക്കെ, കിലോമീറ്റർ 15,000 കിലോമീറ്റർ ഓടി. 15,000 ഒരു വർഷം വെച്ച് വലിയ ഓട്ടം പോയിട്ടില്ല. പിന്നെ ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്നത് 2 വീൽ ഡ്രൈവ് മാനുവൽ. 2 വീൽ മാനുവൽ ഫുൾ ഓപ്ഷൻ സ്കോർപിയോ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി SUV സെഗ്മെന്റ് വാഹനമാണ്. അപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് ആണ്. നിങ്ങളാണ് ഫസ്റ്റ് ഓണർ ആവാൻ പോകുന്നത്. എല്ലാ ഫെസിലിറ്റി, അതായത് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ റേറ്റ് തന്നെ, പുതിയ കാറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോ അടുത്ത വണ്ടിയിൽ. ഇപ്പൊ എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനമാണ് EV. അപ്പോൾ XUV 400 ആണ് അടുത്തത്. EV ആണ് ഇത് വരുന്നത്. റെഡ് നമ്പർ പ്ലേറ്റ് ഉണ്ട്, നോക്കണ്ട, ടെമ്പററി രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ EV സെഗ്മെന്റ് ആണ്. EV സെഗ്മെന്റിൽ നിങ്ങൾ പുതിയ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ വാഹനമാണ്. ഇതേതാ മോഡൽ? 2023 മോഡൽ. 23 മോഡൽ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ഫുൾ എല്ലാ വാറണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, കിലോമീറ്റർ 14,000 കിലോമീറ്റർ ഓടിയ. 14,000 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. EV 400 ആണ്. ഇതിന്റെ റേഞ്ച് നോർമൽ എത്രയാണ് വരുന്നത്? 300 ആ റേഞ്ച് അല്ലേ വരുന്നത്? കിലോമീറ്റർ ഫിസിക്കലി ഒരു 250 വരെയൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ചെറിയൊരു കാൽക്കുലേഷൻ നടത്തി നോക്കാം. 250 ഇത് ഫുൾ ചാർജ് ആവണമെങ്കിൽ ഇതിന് ഏകദേശം 35 യൂണിറ്റ് കറണ്ട് വേണം. 35 യൂണിറ്റ്. ഇപ്പോഴത്തെ നമ്മുടെ KSEBിന്റെ സ്ലാബ് വെച്ചിട്ട് ഈ 35 യൂണിറ്റ് നിങ്ങളൊരു ഫുൾ ചാർജിന് ഏകദേശം ഒരു 166 രൂപ. ഇതെല്ലാം ഗൂഗിൾ നോക്കിയാണ് അമ്മച്ചി പറഞ്ഞത്, എന്റെ കണക്കല്ല. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 166 രൂപ നമുക്ക് ഇതിന് ഫുൾ ചാർജ് ആവാൻ കോസ്റ്റ് വരുന്നത്. ഈ ഫുൾ ചാർജ് ചെയ്തിട്ട് 166 രൂപക്ക് നിങ്ങൾ ഫുൾ ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് 250 മിനിമം ഒരു 250 കൂട്ടിക്കോ കിലോമീറ്റർ ഓടാം. 250 കിലോമീറ്റർ മൈൻഡ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഓടാം. ഈ 250 അല്ലെങ്കിൽ ഒരു 250 കിലോമീറ്റർ നിങ്ങളൊരു 12 ഏവറേജ് മൈലേജ് വെച്ച് ഒരു പെട്രോൾ വണ്ടിയിൽ പെട്രോൾ അടിക്കുകയാണെങ്കിൽ, ഇത്രയും കിലോമീറ്റർ ഓടണമെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 2,500 മുതൽ 2,700 രൂപ വരെ പെട്രോൾ അടിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ചെലവ് എത്രയാ? 166. വേണ്ട, ഒരു 200 കൂട്ടിക്കോ. ബാക്കി പൈസ നമ്മുടെ പോക്കറ്റ് കിടക്കും. അതാണ് EVന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ഇതിപ്പോ എല്ലാ വാറണ്ടി എല്ലാം കവറല്ലേ? ഇതിന്റെ പ്രൈസ് ഇത് വരുന്നത് 10,74 വരുന്നത്. 10,74,000 എക്സ്ഷോറൂം പ്രൈസ് ആണ്. ഓൺ റോഡ് ടാക്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അല്ലേ. അടുത്ത വണ്ടിയിലേക്ക് ഇനി പറയാൻ വന്നത് 3 സ്റ്റൈലിഷ് കോമ്പാക്ട് SUVകളാണ്. മഹീന്ദ്രയുടെ സ്റ്റൈലിഷ് വണ്ടികൾ. മഹീന്ദ്ര 3XO. 3 3XO ഇവിടെ ലഭ്യമായിട്ടുണ്ട് അല്ലേ. 2 റെഡും ഉണ്ട്, ഒരു വൈറ്റും ഉണ്ട്. ഓക്കെ, ഇതേതാ മോഡൽ? വൈറ്റ്. ഇത് വരുന്നത് 2024 മോഡൽ. ഓക്കെ, 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20,000. ഇതേതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് X5 മാനുവൽ ട്രാൻസ്മിഷൻ. ഓക്കെ, X5 പെട്രോൾ മാനുവൽ വാഹനമാണ്. ഇതിൽ എല്ലാ ഫീച്ചേഴ്സും ഇപ്പൊ കൊടുക്കുന്നുണ്ട് വണ്ടികളിൽ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് അടക്കം വരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ 15,000 അല്ലേ കിലോമീറ്റർ പറഞ്ഞത്? 20,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വാഹനം. വാറണ്ടി കാര്യങ്ങളൊക്കെ വാറണ്ടി വരും. ഫസ്റ്റ് രജിസ്ട്രേഷൻ ആയിട്ടില്ല. ഇത് നമുക്ക് ഫസ്റ്റ് ഓണർ നിങ്ങളാണ്. ഇതിന് ഫസ്റ്റ് ഓണർ നിങ്ങളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും അല്ലേ. അപ്പോൾ ഓൺ റോഡ് അല്ല, എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 8,59. 8,59,000 X5 2024 വണ്ടി. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. പിന്നെ ഇതിന്റെ കൂടെ ടാക്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ വരും. ഞാൻ എടുത്തെടുത്ത് പറയാണ്. പിന്നെ നോർമൽ. അപ്പൊ നമുക്ക് കറക്റ്റ് ഫുൾ ഡീറ്റെയിൽ കിട്ടാൻ കൊണ്ടാണ് എക്സ്ഷോറൂം തന്നെ എടുത്ത് പറയുന്നത്. അടുത്ത വണ്ടിയിലേക്ക് അടുത്ത മഹീന്ദ്ര 3XO റെഡ് ആണ് വണ്ടി. ഇത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക്. ഏതാ മോഡൽ? ഇത് വരുന്നത് 2024 മോഡൽ. 24 മോഡൽ വാഹനമാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ വരുന്നത് X ലക്ഷറി വരുന്നത്. X5 ലക്ഷറി. ഓക്കെ, അഡാസ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലെവൽ 2 അഡാസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. കിലോമീറ്റർ 22,000 കിലോമീറ്റർ ഓടി. 22,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. അൺരജിസ്റ്റേർഡ് വെഹിക്കിൾ. നിങ്ങൾ ഫസ്റ്റ് ഓണർ ആവാൻ പോകുന്ന വണ്ടിയാണ്. ഇതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ. അതെ, ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. അപ്പോൾ പുതിയൊരു 3XO നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പരിഗണിക്കാം. ഇതിന്റെ പ്രൈസിങ് എത്രയാണ്? എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 12,59. 12,59,000 X5 ലക്ഷറി ഓട്ടോമാറ്റിക് 3XO ആണ്. ഓക്കെ,
അപ്പോൾ ഇത് എക്സ് ഷോറൂം പ്രൈസ് ആണ്. ഇതിന്റെ കൂടെ ടാക്സ് കാര്യങ്ങളൊക്കെ ഓൺ റോഡിലേക്ക് വരുമ്പോൾ വരും. പിന്നെ ബാക്കിയെല്ലാം സെയിം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത 3X ആണ്, റെഡ് കളർ തന്നെ. നമ്മൾ നേരത്തെ ഒരു പെട്രോൾ മാനുവൽ കണ്ടു, പെട്രോൾ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ കണ്ടു, ഇനി ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഇത് ഓട്ടോ ഷിഫ്റ്റ്, അതായത് AMT ഗിയർ ബോക്സ് ആണ് വരിക. അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ഉണ്ടാവും. എങ്ങനെ പോയാലും 18-20 റേഞ്ച് ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാതെ. ഈ മൈലേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് അനുസരിച്ചിരിക്കുക. റോട്ടിൽ കത്തിച്ച് കൊടുത്ത് RPM കയറ്റി കൊണ്ടുപോയാലൊന്നും കിട്ടൂല. നോർമൽ RPM എക്കണോമി പിടിച്ചു പോയാൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നോർമൽ RPM എക്കണോമി പിടിച്ചു പോവുകയാണെങ്കിൽ കിട്ടും. ആ ഒരു മൈലേജ് ഒക്കെ എന്തായാലും കിട്ടും. ഇതും 24 മോഡൽ, 2024 മോഡൽ. ഓക്കെ, 15,000 കിലോമീറ്റർ ഓടിയിട്ടില്ല. 15,000 കിലോമീറ്റർ, 24 മോഡൽ, ഡീസൽ ഓട്ടോമാറ്റിക്. ഇതേത് ഓപ്ഷൻ വരും? ഇത് വരുന്നത് X5 വരുന്നത് ഡീസൽ. X5 ഡീസൽ. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്ന വാഹനമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഫുൾ ഡീറ്റെയിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ പറഞ്ഞാൽ കിലോമീറ്റർ 15,000 കിലോമീറ്റർ. 15,000 കിലോമീറ്റർ, 24 മോഡൽ, വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൈസ് നമുക്ക് 10,33 വരുന്നത്. 10,33,000 രൂപയ്ക്ക് ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ. എക്സ് ഷോറൂം പ്രൈസ് ആണ്, കൊണ്ടുപോകാന്നല്ല, അതിന്റെ കൂടെ സോറി ഞാൻ സ്ഥിരം പറയുന്ന വല്ലവിലൊക്കെ പറഞ്ഞു. ഓക്കെ, അതും കൂടെ ആഡ് ചെയ്തിട്ട് കൊണ്ടുപോകാം. ഇനി വേറൊരു വണ്ടി കൂടെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, പുറത്ത് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബൊലേറോ നിയോ ആണ്. അതായത് 2 ബൊലേറോ ഉണ്ട്, 2 ടൈപ്പ് ന്യൂ ഷേപ്പ് സാധനം. ഓക്കെ, അതേപോലെ തന്നെ സ്കോർപിയോ ഉണ്ട്, ക്ലാസിക്കും നേരത്തെ കണ്ടതും. ഓക്കെ, അതേപോലെ തന്നെ നിയോ. അത് ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2021 മോഡൽ, രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. അത് നിങ്ങൾ സെക്കൻഡ് ഓണർ ആവുമ്പോൾ യൂസ്ഡ് വണ്ടി പോലെ തന്നെ അല്ലേ? ഓക്കെ, സെക്കൻഡ് ഓണർ. 45,000 കിലോമീറ്റർ ഡീസൽ വണ്ടി. 40,000 ഡീസൽ, 21 മോഡൽ. ഓക്കെ, വലിയൊരു ഓട്ടോ അല്ല, നോർമൽ ഓട്ടോ. ഡീസലിനെ അപേക്ഷിച്ച് നോർമൽ ഓട്ടോ. അതിൽ വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. ഏത് ഓപ്ഷൻ വരുന്നത്? അത് N10 വരുന്നത്. N10 അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. ഇന്ന് മാറിയിട്ടുണ്ട് ഒന്നും കൂടി. അതിന് എത്ര എക്സ് ഷോറൂം ആണോ ഓൺ റോഡ് ആണോ? അത് ഇറങ്ങിയ വണ്ടിയാണ്. രജിസ്ട്രേഷൻ 8,19 വരുന്നത്. 8,19,000 മാനുവൽ അല്ലേ പറഞ്ഞേ? അത് മാനുവൽ. ഓക്കെ, ഡീസൽ മാനുവൽ ഓൾ ന്യൂ ബൊലേറോ നിയോ 8,19 നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ. അത് രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ടാക്സും കാര്യം ഒന്നും വരില്ല. ഈ പൈസ കൊടുക്കണ്ടോ? എല്ലാം കഴിഞ്ഞു, ഈ പൈസ കൊടുത്താൽ മതി. ഓക്കെ, ആ ഒരു വണ്ടിയെങ്കിലും ഈ പൈസ കിട്ടി ഓൺ റോഡ് പ്രൈസ്. ഓക്കെ, അപ്പൊ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ഇപ്പോൾ 8 ഡെമോ വണ്ടികളാണ് നമ്മൾ മൊത്തം പറഞ്ഞത്. അത് കാണിച്ചത് 6 വണ്ടി, നമ്മൾ എടുത്ത് പറഞ്ഞത് 2 വണ്ടി കൂടി, ഒരു താർ റോക്സും പറയുന്നത്, ഇപ്പോൾ ഒരു ബൊലേറോ നിയോ. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ പുതിയ വണ്ടി നോക്കുന്നവർ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയ എല്ലാ വണ്ടികളും. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.